DP10 ആണ്, മാഷൊന്ന് വായിക്കാം. സ്റ്റാൻഡേർഡ് അവർ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 എന്താണ്? ഹവേഴ്സാണ്. എന്താണ്? ഹവേഴ്സാണ്. നോട്ട് ചെയ്യാം. വേരിയബിൾ ഓവർ ഹെഡ് പെർ ഹവർ എത്ര വന്നിട്ടുണ്ട്? 2 വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് 1 എന്താ? ഓക്കെ അല്ലേ? സ്റ്റെപ്പ് 1 ഞാനിവിടെ തന്നെ ചെയ്യാണ്. എന്താണ് സ്റ്റെപ്പ് 1? സ്റ്റാൻഡേർഡ് അവറിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റാ. എന്താ സ്റ്റെപ്പ് 1-ന് പേരില്ലേ? കമ്പ്യൂട്ടേഷൻ ഓഫ് എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? സ്റ്റാൻഡേർഡ് റേറ്റ്. അതിൽ ഏതൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാറുണ്ട്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റും പിന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവറും അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് പെർ ഹവർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ₹2 തന്നിട്ടുണ്ട്. ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ തന്നിട്ടുണ്ട്. ക്ലിയർ മക്കളെ? ശരിയല്ലേ? ഇനി ഏത് കാണണം? യൂണിറ്റ് കാണണം. നമ്മളിപ്പോൾ ബാഗ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കാം. ഒരു ബാഗിന് എത്ര മണിക്കൂർ വരുന്ന ഇയാൾ പറഞ്ഞ്? 6. ഒരു മണിക്കൂറിന് ഇപ്പം എൻ്റെ ശമ്പളം ഒരു മണിക്കൂറിന് എത്ര രൂപ? ₹2. ഓക്കെ അല്ലേ? ഞാൻ എത്ര സമയം എടുത്താലാണ് ഒരു ബാഗ് ഉണ്ടാവുക? 6 മണിക്കൂർ അല്ലേ? അപ്പോൾ എനിക്ക് എത്ര രൂപ ശമ്പളം തരേണ്ടി വരും? ഒരു ബാഗ് ഉണ്ടാക്കാൻ 6 മണിക്കൂറിന് ഒരു മണിക്കൂറിന് ₹2 വെച്ചിട്ട് എത്ര? 12. ഇതാണ് എൻ്റെ എന്ത്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. മനസ്സിലായ? ഇതിലേതാ ശരി? രണ്ടും ശരി തന്നെയല്ലേ? ഒരു ബാഗ് ഉണ്ടാക്കാൻ 12 രൂപ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ബാഗ് ഉണ്ടാക്കുന്ന എംപ്ലോയിക്ക് ഒരു മണിക്കൂറിന് 2 രൂപ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 12/2 അടിച്ചാൽ എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം? 6 മണിക്കൂർ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഞാൻ മുന്നോട്ട് പോട്ടെ. സ്റ്റെപ്പ് ഏതാ അടുത്ത്? 2. ഏതാ? 1, 2, 3 ഒന്ന് പറഞ്ഞേ. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പിന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. പറ അടുത്തേതാ? 1 മിനിറ്റ്. എപ്പോഴും എഴുതുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടുക. മനസ്സിലായില്ലേ? ഓക്കെ. ദെൻ അടുത്തേതാ? ആക്ച്വൽ ഹവർ, ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ്. ഇതൊക്കെ മിക്കവാറും ക്വസ്റ്റിൽ ഡയറക്റ്റ് തരും. ഓക്കെ. ആക്ച്വൽ ഹവർ ഇൻറ്റു ഏതാണ്? ആക്ച്വൽ റേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ റേറ്റ്. മുകളിൽ നമ്മൾ ഹവർ ബേസും അടിയിലേതാ? ഓക്കെ. ദെൻ അടുത്ത് തേർഡ് വൺ ഏതാ? ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ് തന്നിട്ടില്ലേ? ഇനി വേറെ കാൽക്കുലേഷനിലേക്കൊക്കെ നിങ്ങൾ പോണോ? 2 lakh കണ്ട് ചെയ്താൽ പോരെ? അടുത്ത് ആക്ച്വൽ ഔട്ട്പുട്ട് 20,000 തന്നിട്ടില്ലേ? അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഇതല്ലേ 20,000 ഇൻറ്റു അടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഹവറാണോ എടുക്കുക യൂണിറ്റ് എടുക്കുക? യൂണിറ്റ് ഇൻറ്റു 12 അടിച്ചാൽ പോരെ? അടിക്ക് എത്ര വരും? 2,40,000. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അവൈലബിളായ സാധനം ഇടുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ചിന്തിച്ചോളൂ മറ്റൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ. യെസ്. അടുത്ത ലാസ്റ്റ് ഏതാ? ആക്ച്വൽ അവർ ഇല്ലേ? ആക്ച്വൽ അവർ തന്നിട്ടുണ്ട് ഇതാ അല്ലേ? 1,00,000 എത്രയാ? ഓക്കെ. അതിലിഞ്ഞ് വേറൊരു സാധനം ഉണ്ട്. ഈ ആക്ച്വൽ തന്നെയാണ് ഈ ആക്ച്വൽ ആണെന്ന് വിചാരിച്ച് ചിന്തിക്കണ്ട. ഓക്കെ. യെസ്. എത്ര എടുത്താൽ മതി? എടുക്കുമ്പോൾ തന്നാണ്ട് എടുത്താൽ മതി. അപ്പോൾ 2 1. ഓക്കെ. യൂണിറ്റിനനുസരിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് 2. അപ്പോൾ 2 1 നമ്മുടെ എന്ത് അസംഷൻ. ആ 2 1 1,00,000 എത്ര? 1,12,000. 1,12,000 ഇൻറ്റു എത്രയാണ് സ്റ്റാൻഡേർഡ് റേറ്റ്? ഇത് എന്ത് റേറ്റ് എടുക്കേണ്ടത്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഔട്ട്പുട്ടാണോ ആക്ച്വൽ അവർ അല്ലേ? അപ്പോൾ 2 എടുക്കേണ്ടി. അപ്പോൾ എത്ര വരും? 2,24,000 അല്ലേ? കഴിഞ്ഞില്ലേ? അല്ലേ? ഇനി ബാക്കി എന്തൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആക്കാൻ പറ്റുക ഇനി വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഏത് ഇക്വേഷനാണ് നമ്മളെടുത്ത്? ഫസ്റ്റിൽ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ? ഫസ്റ്റ് ഇക്വേഷന് സ്കോപ്പ് ഉണ്ടാകും നോക്ക്. സ്റ്റാൻഡേർഡ് എന്ത് കാണണം? ഹവർ കാണണം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലേ?
ഞാൻ എഴുതിയ 2000 ഇവിടെ 20,000 അല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് ആക്ച്വൽ ഔട്ട്പുട്ട് 20,000 എന്നറിയാലോ. എത്ര ബാഗ് ആക്ച്വലി ഉണ്ടാക്കിയത്? 20,000. ഒരു ബാഗിന് എത്ര മണിക്കൂർ വേണം? 6. അപ്പോൾ കിട്ടില്ലേ? സ്റ്റാൻഡേർഡ് അവർ കിട്ടില്ലേ? 20,000 ഇൻറ്റു 6 എത്ര വരും? 1,00,000. ഇനി ഇത് അവറാണ്. അപ്പോൾ ഏത് റേറ്റ് കൊണ്ട് അടിക്കണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും? 2,40,000 വരും അല്ലേ? ഇനി വേറെ അപ്പുറത്ത് ആക്ച്വൽ അവർ ആക്ച്വൽ റേറ്റും തന്നില്ല. ഇനി കണ്ടെത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേൽ ആക്ച്വൽ അവർ നമ്മളെപ്പോഴും പറഞ്ഞു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. സ്റ്റെപ്പ് ഏതാ? സ്റ്റെപ്പ് 3. ഓക്കെ. വാരിയൻസ് കാൽക്കുലേഷൻ അല്ലേ? ഫസ്റ്റ് ഏതാ? വേരിയബിൾ കോസ്റ്റ് അല്ലേ? വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ്. വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്താ? 1 - 2 എന്ന് പറഞ്ഞ് 1 - 2 എത്ര വരും? 40,000 വരും അല്ലേ? 40,000 എന്താ? ഫേവറബിൾ ആണ്, അഡ്വേഴ്സ് ആണ്? ഫേവറബിൾ. ദെൻ അടുത്ത് വേരിയബിൾ ഓവർ ഹെഡ് ഏതാ? എക്സ്പെൻഡിച്ചർ വാരിയൻസ്. മറ്റേതാ? എഫിഷ്യൻസി. ഫുള്ളായിട്ട് എഴുതണം. വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്നൊക്കെ എഴുതണം. ഇവിടെ ഏതായിരുന്നു? 3 - 2 അപ്പോൾ എത്ര വരും? 24,000. ഏതാ? ഫേവറബിൾ അല്ലേ? ഓക്കെ. ദെൻ എഫിഷ്യൻസി എങ്ങനെ? 1 - 3 അല്ലേ? 2,40,000 - 3 2,20,000 എത്ര? 16,000. ഏതാ? സോറി, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പറയുമ്പോൾ എന്താ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻ ആക്ച്വൽ ഹവേഴ്സാണ്. അപ്പോൾ ആക്ച്വൽ ഹവേഴ്സ് എടുത്ത് 1,12,000 ആണല്ലോ. അതിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ എത്ര വരും? 6 സ്റ്റാൻഡേർഡ് വരും. അപ്പോൾ 1,12,000 ഡിവൈഡ് ബൈ 6 18,666.67 സംതിങ് ഇൻറ്റു വരും. അപ്പോൾ ഇവിടെ ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ കൊണ്ടാണ്. ഹവറിലെ റേറ്റ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇൻറ്റു 2 അടിച്ചാൽ 1,00,000 അത് വരില്ലേ? സോറി, ഹവറിലെ റേറ്റ് 12 2 ഓക്കെ. 18,666.67 ഇൻറ്റു 12 വരും. 2,00,000 എത്ര വരും? മക്കളെ ഈ ക്വസ്റ്റ്യൻ്റെ എന്താ ഇപ്പോൾ പറയാൻ പോകുന്നത്? നോട്ട്സ്. സ്റ്റാൻഡേർഡ് അവറാണ് പറയുന്നത്. ഒരു ബാഗാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴോ പറഞ്ഞ സാധനമാണ്. സ്റ്റാൻഡേർഡ് അവർ ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ടാണ്. ഇൻപുട്ട് 6 മണിക്കൂർ എടുത്താൽ എന്ത് ചെയ്യും? ഒരു ബാഗ് ഉണ്ടാക്കും. നമ്മൾ എത്ര ബാഗ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത്? 20,000. അപ്പോൾ സ്റ്റാൻഡേർഡ് അവർ വെച്ചിട്ട് അതിൻ്റെ ഹവർ എത്ര ആവണമായിരുന്നു? 1,20,000. പക്ഷെ ആക്ച്വലി ഉള്ളത് അത്രയല്ല. എത്ര ആയിട്ട്? 1,12,000 വന്നിട്ടു. അത് വേറെ. ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ എത്ര വേണമായിരുന്നു? 1,20,000. എങ്ങനെ കിട്ടി വെച്ചാൽ ഒരു ബാഗിന് 6 ആണെങ്കിൽ 20,000 ബാഗിന് ഇൻറ്റു 6 അടിച്ചാൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇത് സ്റ്റാൻഡേർഡ് അവർ. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നോട്ട് നമ്പർ 2 എഴുതാം. നോട്ട് നമ്പർ 2 സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് SO ബ്രാക്കറ്റ് ഇടുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് SO. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നിട്ട് എഴുതാം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ actual hours. Standard output for actual hours. Standard output for actual hours. ഞാൻ നേരത്തെ പോലെ തന്നെ വരയ്ക്കുകയാണ്. ഒരുമിച്ച് ചെയ്തോട്ടെ. ഇൻപുട്ട് എന്താണ്? ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇൻപുട്ട് എത്രയാണ്? 6 hours. അപ്പോൾ എത്ര ഔട്ട്പുട്ട്? 1 യൂണിറ്റ്. ഓക്കെ അല്ലേ? നമ്മൾ ആക്ച്വലി എത്ര ഇൻപുട്ട് ഇട്ടത്? എത്ര ഹവേഴ്സ് വർക്ക് ചെയ്ത്? ഇൻപുട്ട്
1,12,000 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ട് അപ്പോൾ എത്ര യൂണിറ്റ് കിട്ടിയിട്ടുണ്ടാവും? നമ്മളിവിടെ എവിടെയോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? 18 സംതിങ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1,12,000 ഡിവൈഡഡ് ബൈ 6. 1,12,000 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 18,666.67. ഇതെന്താ? യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഹവറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത്? യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ. അടുത്ത നോട്ട് നമ്പർ ഏതാ? 3. ഓക്കെ അല്ലേ? എഴുതാം. ഫോർ പ്രൊഡ്യൂസിങ് 20,000 യൂണിറ്റ്സ്. നമ്മൾ ടേബിളായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ 20,000 ടേബിൾ. കോസ്റ്റ് അലൗഡ് ഈസ് എത്ര? കോസ്റ്റ് അലൗഡ് നമുക്ക് അനുവദിച്ച കോസ്റ്റ് എത്ര? നമ്പർ 1 എത്രയാ? 2,40,000. കോസ്റ്റ് അലൗഡ് റുപ്പീസ് 2,40,000. but actually spent only എത്ര രൂപ ചെലവഴിച്ച് പറയും? 2 lakh. ഫുൾ സ്റ്റോപ്പ് ഇട്ട് എഴുതാം. There is a savings in cost. എത്ര രൂപ കോസ്റ്റ് സേവ് ചെയ്ത്? 2,40,000 പ്രതീക്ഷിച്ചിട്ട് 2 എത്രയും 40,000. ഇതന്നെയല്ലേ നമുക്ക് ഏത് വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ് ആയിട്ട് 1 - 2 ചെയ്തപ്പോൾ കിട്ടിയേ? ഇതിനെ 2 ബ്രാഞ്ച് ചെയ്യാം. അതിന് മുന്നോട്ട് മിനിറ്റ് ദിസ് ഈസ് ഡ്യൂ ടു എഴുതാം. ദിസ് ഈസ് ഡ്യൂ ടു 2 reasons. This is due to 2 reasons. Number 1, reduction in rate. Or അതിന് മറ്റൊരു പേര് പറയും എക്സ്പെൻഡിച്ചർ. റേറ്റിൽ കുറഞ്ഞാൽ അതിനെന്ത് പറയും? എക്സ്പെൻഡിച്ചർ. മറ്റേതാണ്? നമ്പർ 2, എഫിഷ്യൻസി. സംഭവം മനസ്സിലായില്ല? എനിക്ക് കണക്ഷൻ കിട്ടിയില്ലേ? കോസ്റ്റ് വേരിയൻസിനെ എക്സ്പെൻഡിച്ചർ വേരിയൻസും എഫിഷ്യൻസി വേരിയൻസും ആക്കിയിട്ടില്ലേ? എക്സ്പെൻഡിച്ചറിലേക്ക് പോവാം. നമ്മൾ എത്ര രൂപയാണ് പ്ലാൻ ചെയ്ത്? അതിലേക്ക് പോകുന്നതിന് മുൻപൊന്ന് എനിക്ക് പറഞ്ഞു തരണേ. എത്ര രൂപ വരുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്ത്? 1 മണിക്കൂറിന് 2 അല്ലേ? പക്ഷെ ആക്ച്വലി എത്ര വന്നത്? 1.79 സംതിങ് അല്ലേ? എങ്ങനെ 1.79 കിട്ടിയത്? എത്ര രൂപയാണ് ആക്ച്വൽ? 2 ലക്ഷം ഡിവൈഡഡ് ബൈ 1,12,000. അപ്പോൾ ആ സേവിങ്സ് തന്നെയാണ് ഇത്, ഈ സേവിങ്സ്. ഓക്കെ അല്ലേ? എഴുതിക്കോളൂ. പ്ലാൻ വി പ്ലാൻ ടു പേ ₹2 per hour. But actually paid ₹1.79 per hour. ബ്രാക്കറ്റിൽ എഴുതി എങ്ങനെ വന്നെന്ന് എഴുതി വെക്കുക. എത്ര? 2 lakh ഡിവൈഡഡ് ബൈ 1,12,000. 2 lakh divided by 1,12,000. എന്നിട്ട് കോമറ്റ് എഴുതാം. There is a savings of rupees. എത്ര രൂപ ഇതാക്കി? 21 പൈസ അല്ലേ? 0.21 അല്ലടാ. 2 രൂപയും 1.79 നമ്മൾ ഡിഫറൻസ് എത്ര വരും? 0.21 പെർ ഹവർ. 1 മണിക്കൂറിൽ അല്ലേ? അങ്ങനെ എത്ര മണിക്കൂറിന്? മൊത്തം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? For 1,12,000 hours. For 1,12,000 hours. എഴുതിയാ? ഇല്ല.
ഹർഷ എവിടെ ഫുള്ളായില്ലേ? 0.21 കിട്ടിയില്ലേ പെർ അവർ ഫോർ. അങ്ങനെ എത്ര? 1,12,000 അല്ലേ? അപ്പോൾ ടോട്ടൽ ഈസ് ഈക്വൽ ടു 1,12,000 ഇൻറ്റു 0.21 എത്ര വരും? 20 സംതിങ്. നമ്മൾ 0.79 അല്ല, പിന്നെ അവിടെ നിന്ന് എന്തോ അല്ലേ അല്ലേ? അപ്പോൾ ഏകദേശം 24,000 അല്ലേ മറ്റടുത്ത് നമ്മൾ വന്നുള്ളത്? എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഫേവറബിളാ അഡ്വൈസാ? ഫേവറബിളാ അല്ലേ? നേരത്തെ 24 വന്നുള്ളത്. എഫിഷ്യൻസിയുടെ നോട്ടും കൂടെ എഴുതാം. എഫിഷ്യൻസിയുടെ എങ്ങനെ കണക്കാക്കുക? എത്ര സമയമാണ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്? സമയം 1,00,000 അല്ലേ? നമ്മൾ കണ്ടെത്തിയില്ലേ മുകളിൽ? 1,00,000 എത്ര? 20,000 അല്ലേ സ്റ്റാൻഡേർഡ് അവർ ഉണ്ടായിരുന്നു? പക്ഷെ എത്ര സമയം കൊണ്ട് പണി തീർത്തു? 1,12,000. അപ്പോൾ എത്ര മണിക്കൂർ സേവ് ചെയ്തു? 8,000 അല്ലേ? അങ്ങനെ സ്റ്റാൻഡേർഡ് റേറ്റ് അതിൻ്റെ എത്ര? സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? 8,000 എന്താണ്? ഹവർ അല്ലേ? അപ്പോൾ ഹവേർലി റേറ്റ് എത്ര മക്കളെ? 2. അപ്പോൾ 8,000 ഇൻറ്റു 2 എത്ര വരും? 16,000. എഴുതിക്കോളൂ എഫിഷ്യൻസിയുടെ താഴെ. 1,20,000 hours work is done. 1,20,000 hours work is done in എത്ര സമയം കൊണ്ടാണ് ചെയ്ത്? 1,12,000 hours. 1,12,000 hours. Savings 8,000 hours. Total savings is equal to 8,000 hours into 2 16,000. എന്താ? ഫേവറബിളാണ്. ഓക്കെ, ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഒരു സൂപ്പർ സാധനമാണ്, അതും കൂടെ എഴുതാം. ആൾട്ടർനേറ്റീവ്ലി വിത്ത് 18,667 യൂണിറ്റ് കോസ്റ്റ്. വിത്ത് 18,667 യൂണിറ്റ് കോസ്റ്റ്. ദ കമ്പനി പ്രൊഡ്യൂസ്ഡ് ആക്ച്വലി എത്ര പ്രൊഡ്യൂസ് ചെയ്ത്? 20,000 യൂണിറ്റ്സ്. എന്തുണ്ടായി അപ്പോൾ? പ്രൊഡ്യൂസിങ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് 1,333 അങ്ങനെ വരും കേട്ടോ, 333 യൂണിറ്റ്. ഇപ്പോൾ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരെണ്ണത്തിന് എത്ര റുപ്യ വരാം? ഒരെണ്ണത്തിൻ്റെ എന്താ നിങ്ങൾ പറയാത്ത? ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാ? ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള പ്രൈസ് എത്രേ? 2. ഒരു യൂണിറ്റിന് 2. എന്തെങ്കിലും ഇന്നടക്കം ഒരു യൂണിറ്റിൻ്റെ റേറ്റ് എത്ര? 12 അല്ലേ? അല്ലേ സ്റ്റെപ്പ് 1ലേക്ക് പോവില്ലേ? നിങ്ങൾ പറ്റ പരാജയമുള്ളൂ. അപ്പോൾ എത്ര? 13,333.33 ഇൻറ്റു എത്ര? 12 എത്ര വരും? $16,000 ഫേവറബിൾ. ശ്രദ്ധിച്ചേ, ഇത് കത്തിയ, ഈ സാധനം കത്തിയ 20,000 നിങ്ങൾ ഉണ്ടാക്കിയത്. എത്ര സമയം കൊണ്ട്? 18,667 യൂണിറ്റ് ഉണ്ടാക്കേണ്ട സമയം കൊണ്ട് നിങ്ങൾ എത്ര ഉണ്ടാക്കി? കാരണം ഈ 1,12,000 എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സമയം? 18,660. ഓക്കെ അല്ലേ? അതോ അവരെ സ്റ്റാൻഡേർഡ് സമയം 6. ശ്രദ്ധിക്കുക, എത്ര സമയമാണ് ശരിക്കും അയാൾ വർക്ക് ചെയ്ത്? ഒരാൾ ഒരു വർഷം വിചാരിച്ചു 1,12,000 മണിക്കൂർ എന്ത് ചെയ്തു? രാം എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു.
അയാൾക്ക് സ്റ്റാൻഡേർഡ് ഒരു ബാഗിന് എത്ര സമയമാണ് കൊടുത്തിട്ടുള്ളത്? 6 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കിയാൽ മതി? അയാൾ 18,667. പക്ഷേ ഈ 1,12,000 മണിക്കൂർ കൊണ്ട് അയാൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കി? 20,000. അപ്പോൾ അയാൾ എത്ര എക്സ്ട്രാ ഉണ്ടാക്കി അയാളുടെ കഴിവ് കൊണ്ട്? 13,033. ഇത്ര ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ പൈസ എത്രയാണ്? 12 സേവ് ചെയ്തില്ലേ? ആ സേവ് ചെയ്തത് അയാളുടെ എഫിഷ്യൻസി അല്ലേ? ഓക്കെ അല്ലേ? ഇത് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം 1, 2, 3 ആ 3യുടെ സാധനമല്ലേ, അതിൻ്റെ കൺസെപ്റ്റാണ് ഈ സാധനം. ഓക്കെ അല്ലേ? 18,886 ഇൻറ്റു 12 ഇതൊക്കെ ഇവിടെ അടിച്ചല്ലേ നിങ്ങൾ അല്ലേ? യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കും.